ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും വലിയൊരു ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും രാവിലെ വീണ്ടും ഫ്രഷ് ആൻഡ് അപ്പ് ആയിട്ട് ഫുൾ എക്സൈറ്റഡ് ആയിട്ടാണ് പരീക്ഷയെ നേരിടാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാം. അപ്പൊ മക്കളെ, നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അലൻ സാർ ഒരു കണക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര വീഡിയോസ് ആയിരുന്നു? നമ്മൾ ഏകദേശം 27-28 വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കും, ഓരോ കാര്യങ്ങളും, ഓരോ പോയും എല്ലാ ലൈനും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഈ ചാനലുണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സാം എഴുതാൻ നിങ്ങൾ 100% മക്കളെ 200% റെഡിയാണ്. ഇന്നേ വരെ ഒരു സ്റ്റുഡന്റിന് ഒരു SSLC ഇംഗ്ലീഷ് എക്സാം ഇത്രയും പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇനിയിപ്പം നിങ്ങൾ ആ വീഡിയോസിൽ തന്നെ എല്ലാം കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു 70% അല്ലെ 80% എങ്കിലും നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും ഉണ്ടാവണം. കാരണം അത്രയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ, അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങളും, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്കിന്റെ കാര്യം, A+ന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത്രയുള്ള സംഭവം. നിങ്ങൾ പരീക്ഷ എഴുതി പരീക്ഷാ ഹാളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഞങ്ങളുടെ അടുത്തോ ഒന്നുമല്ല, നിങ്ങളുടെ പേരൻസിന്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കണം, അമ്മേ അച്ഛ എനിക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം ഞാൻ ചെയ്തു, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം അടിപൊളി രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാനും പറ്റുമെങ്കിൽ അത് മാത്രം മതി. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലുണ്ട്, അത് മാത്രം മതി നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇനിയിപ്പം ജസ്റ്റ് ഒരു പണിയും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. നിങ്ങളെല്ലാവരും രാവിലെ വന്നിരിക്കുകയാണ്. 6:30 കൃത്യം 6:30, കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. 6:30 ഞങ്ങൾ രണ്ടാളും റെഡി ആയിരിക്കും. ഒരു അരമണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാം. ഫോർമാറ്റിങ്ങൾ കാര്യങ്ങളും മാത്രമല്ല, ഒരു സർപ്രൈസ് കാര്യം കൂടെ ഉണ്ട്. എഡിറ്റിങ്ങിൽ നിന്ന് കുറച്ച് അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കിഡിലൻ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ചിലപ്പോൾ അതേപോലെ അല്ലെ അതേ രീതിയിൽ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ അതും കൂടി ചെയ്ത് ആ ബൂസ്റ്റർ ലൈവും കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലാം. എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതും, എല്ലാം ഭംഗിയായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യുക, പരീക്ഷ ഒക്കെ എഴുതിയിട്ട് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ആരും എന്താ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയുക. ഞങ്ങളുടെ ഈ മുഖങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഈ സന്തോഷമായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് 100% നിങ്ങൾ റെഡിയാണെന്ന് പറയുന്നുള്ള മുഖം നിങ്ങൾ ഓർത്ത് വെക്കുക. പരീക്ഷ ഹാളിൽ പോയി അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതുക, തിരിച്ചു വരിക. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അലൻ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ള ഈ വീഡിയോന്റെ കമന്റ്സിലും ഇന്നലത്തെ ലൈവ് ക്ലാസിന്റെ വീഡിയോ, രാത്രി എടുത്ത ലൈവ് ക്ലാസിന്റെ വീഡിയോന്റെ കമന്റ്സിലൊക്കെ ഇടുക. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, നല്ലതാണോ, എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടിയെന്നൊക്കെ അറിയിക്കുക. ഞങ്ങളത് വായിക്കും. ഓക്കെ, അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസും ഞങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതി അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം.